കാസർഗോഡേക്ക് പോണ വഴിക്കാണ് പയ്യന്നൂരിൽ നിന്ന് നമ്മളെ കേരളം മുതൽ ലഡാക്ക് വരെ നടന്നു പോയിന്ന് ദിൽഷാദിനെ കണ്ടിട്ട് റേസ് ട്രാക്കാണ് യൂട്യൂബ് ചാനലിൽ ദിൽഷാദിനെ കണ്ടത്. ദിൽഷാദ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ നടക്കാൻ പോവാട്ടോ. നമ്മളെ കൊണ്ടും നടക്കാത്ത കേസാണ്. ദിൽഷാദ് നമ്മുടെ സ്വന്തം മലപ്പുറത്ത് തന്നെ കൊണ്ടോട്ടിക്കാനാണ് ദിൽഷാദ്. അപ്പോൾ ദിൽഷാദ് ഇപ്പോൾ കന്യാകുമാരിക്ക് നടക്കുകയാണ് കാസർഗോഡ് മുതൽ. ഇപ്പോൾ പയ്യന്നൂർ കണ്ണൂർ വെച്ചിട്ട് ഞാൻ കണ്ടത് ആളെ. അപ്പോൾ ഇനി ആളൊന്നിട്ട് സംസാരമൊക്കെ ആളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ കാസർഗോഡ് തുടങ്ങിയതാണ് അവിടുന്ന്. എപ്പോൾ തുടങ്ങിയതാ? കാസർഗോഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിരുന്നു. ഞാൻ ലഡാക്ക് വരെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും കാണാം, ഷെയറാക്കി. ഓക്കെ ശരി. നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേ തലക്കല്ലേ കാസർഗോഡൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാസർഗോഡ് എത്തിയപ്പോൾ കാസർഗോഡ് നമ്മളെ വീഡിയോസ് കാണാൻ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ് ചറുമുറു. അപ്പോൾ തായലങ്ങാടിയിലെ ജബ്ബാർ ചാൻ്റെ ചറുമുറു കടയ്ക്ക് വന്നാട്ടോ പള്ളം ചറുമുറു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ബാസിത്ത് ഉണ്ട്, പിന്നെ മിഡ് വ്ളോഗ്സ് ഉണ്ട്, പിന്നെ ജംഷി ഉണ്ട്, വ്ളോഗർ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങട്ടെ. കാസർഗോഡ് അധികം സ്ഥലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജബ്ബാർ ചാൻ്റെ ചറുമുറു കടയിൽ വന്നിട്ട് നമ്മളെ പൊരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനം ചറുമുറു കേട്ടോ. ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇങ്ങനെ കറുമുറുവായിട്ട് ചറുമുറു തിന്നാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുതിയ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ മലപ്പുറമാണ്. ഞാനിവിടെ ഒരു കല്യാണം കൂടാൻ വന്നതാണ് തന്നെ. തടി കുറക്കാം ഇൻഷാ അല്ലാ. ഓക്കെ ശരി. എന്നെ കണ്ട് തന്നെയാണ് തടി ഉറക്കാനേ. ഇത് കുറെ കാലമായോ തുടങ്ങിയിട്ട്? ഞങ്ങൾ 1993. അപ്പോൾ 28 ഇത് നാച്ചുറൽ ഫുഡ് എന്തില്ല. എങ്ങനെ നാച്ചുറൽ ഫുഡ്? വെളിച്ചെണ്ണ, പൊരി, അരി കൊണ്ടുണ്ടാക്കുന്ന പൊരി, ഇതാണല്ലോ പൊരി. മനസ്സിലായി മനസ്സിലായി. അരി കൊണ്ടുണ്ടാക്കുന്നല്ല വെളിച്ചെണ്ണ. ഇവിടെ ആദ്യം തുടങ്ങിയതാണോ കാസർഗോഡ്? നമ്മള് മുമ്പുണ്ടായിരുന്നു കൊങ്ങണീസ് ഇല്ല, കൊങ്ങണിയാണ് അവര് ഇത് അമ്പലപ്പുറം ഉത്സവമുണ്ട് സമയത്ത് ഇത് മുട്ട തൊടൂല അവര് മറ്റേ പൊരിയും ഈ ഉള്ളിയും മാത്രം സവാള മാത്രം ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടാക്കുന്ന കുറച്ച് മുളക് പൊടി ഇട്ട് ഉത്സവം മെയിൻ ഉണ്ടായത്. അതിന് ഞങ്ങൾ ഇവിടെ ഈ മുട്ടയില് മസാല ആക്കിയിട്ട് മസാല എല്ലാം മാറ്റിയിട്ട് ഞങ്ങളൊക്കെ തുടങ്ങി കുറച്ച് എരിവൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ അതിനൊരു ടേസ്റ്റ് ആക്കിയിട്ട്. മുമ്പ് അവരുടെ നാച്ചുറൽ ആയത് മാത്രം കാശ്മീർ ചില്ലി പുഴുങ്ങിയ മുട്ടയുടെ അല്ലേ? പുഴുങ്ങിയത് ഇതാണ്. ഇതിലിപ്പോ മുളക് പൊടി, എളിച്ചെണ്ണ, പൊരി, മുട്ട, കാശ്മീർ ചില്ലി, എരിവില്ലാത്ത മുളക്, വെളിച്ചെണ്ണ, ഉള്ളി, സവാള, തക്കാളി. ഓക്കെ എന്നാ ഞങ്ങൾ എടുക്കട്ടെ. പെട്ടെന്ന് നല്ല ഫ്രഷ്. ഓക്കെ ഓക്കെ. ഇതാണ് മിഥുൻ ബോക്സ് അല്ലേ? വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വെറുതെ ചെറുതായിട്ട്. വണ്ടിയിൽ കൊടുത്തോ? ഫസ്റ്റ് ട്രൈ ഞാൻ പറഞ്ഞില്ലേ. ആ നമുക്ക് ചിക്കണോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മസ്റ്റ് ട്രൈ വരില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പോൾ വരാം കേട്ടോ. എന്തായാലും നന്നായിട്ട് നമ്മളെ ജബ്ബാർ ഖാൻ്റെ ചറുമുറു, ജബ്ബാർ ഖാ അല്ല സോറി, കാസർഗോഡ് എത്തിയ നമ്മൾ ഇച്ചാന്നാ പറയുന്നത്. ജബ്ബാർ ചാൻ്റെ ചറുമുറു നന്നായിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ മേലെ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ആ ഒരു കറുമുറു ഇങ്ങനെ കടിക്കുമ്പോഴേ. അപ്പോൾ ഒരു ജ്യൂസ് പറഞ്ഞു, ക്യാരറ്റ് ജ്യൂസിലാണെങ്കിൽ ക്യാരറ്റിൻ്റെ ഫ്ലേവർ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒരു ഏലക്കായൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഏലക്കായൊക്കെ ഇട്ടുകൊണ്ട് ക്യാരറ്റിൻ്റെ രുചി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളെ കണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാസർഗോഡുകാരെ സ്നേഹം അത് പറഞ്ഞറിയിക്കേണ്ട സംഭവം തന്നെയാണ്. നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കാസർഗോഡ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും കാണാം. ശരി. വരാം, കാസർഗോഡൊക്കെ വരാം. ബൈ. ശരി, കാണാം. കാസർഗോഡ് വന്നിട്ട് നമ്മളെ ബേക്കൽ ഫോർട്ടൊന്നും നമ്മളെ വീഡിയോയിൽ കാണിക്കാതെ എങ്ങനെ തിരിച്ചു പോകാം? മോശമല്ലേ? അപ്പോൾ ബേക്കൽ തുറന്നിട്ടോ നല്ല കവാടൊന്നും കാണിക്കാതിരുതി. അപ്പോൾ താങ്ക് യു.